ഹലോ, ഗുഡ് ഈവനിങ് കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട ശേഷം ഫുള്ളും കാണാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ ഫുള്ള് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത് പറയുന്ന ടിപ്സ് എന്താണെന്ന് മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ഫുള്ള് കാണാൻ വേണ്ടി പറയുന്നത്. അതുപോലെ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക വീഡിയോ കണ്ട ശേഷം. ഞാൻ ഇന്ന് പറയാൻ വന്നത് ഗ്രീൻ ടീയെ കുറിച്ചാണ് പറയാൻ വന്നത്. അതായത് ഗ്രീൻ ടീ എന്ന് പറഞ്ഞാൽ തേയില എന്ന് പറയുമ്പം നമ്മൾ ഗ്രീൻ ടീ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരുപാട് വയറ് ചാടൽ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്രീൻ ടീ കുടിക്കുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. തലമുടിയുടെ വളർച്ചയ്ക്ക്, അതുപോലെ മുഖത്തിൻ്റെ സൗന്ദര്യത്തിനൊക്കെ ഈ ഗ്രീൻ ടീ കുടിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു സിദ്ധ ഔഷധമായിട്ട് നമ്മൾ ഗ്രീൻ ടീ ഉപയോഗിക്കാറുണ്ട്. ഇനി എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ വാർദ്ധക്യത്തെ ചെറുക്കുകയും അതുപോലെ തന്നെ നമുക്ക് ഫ്രീ റാഡിക്കൽസിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഈ തേയില ഒരു കണ്ടീഷണറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ തലമുടിയുടെ വളർച്ചയ്ക്ക് ഇത് തേയില വെള്ളം കൊണ്ട് തലമുടി കഴുകുകയാണെങ്കിൽ മുടിക്കൊരു തിളക്കവും തലമുടിയുടെ കൊഴിച്ചിലെല്ലാം മാറാറുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ണിന് ചുറ്റും കോട്ടണിൽ മുക്കി വയ്ക്കുകയാണെങ്കിൽ കണ്ണിന് ചുറ്റുമുള്ള ചുളിവുകൾ, കറുത്ത പാടുകൾ ഇവയെല്ലാം മാറാൻ വേണ്ടി വളരെ നല്ലതാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് ഗ്രീൻ ടീ ഒരു കോട്ടൺ തുണിയിൽ മുക്കിയ ശേഷം എടുത്ത് കണ്ണിന് പുറത്ത് വയ്ക്കുകയാണെങ്കിൽ അത് പിന്നെ നല്ല റിസൾട്ടാണ്. നമുക്ക് ഉന്മേഷവും കുളിർമയും കണ്ണിൻ്റെ ആ ഒരു ചടച്ചിൽ അതെല്ലാം മാറി നല്ലൊരു മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പിന്നെ കൂടുതലായിട്ടും തലമുടിക്കുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ വെള്ളം കൊണ്ട് നമ്മുടെ തലമുടി കഴുകി നല്ലൊരു കണ്ടീഷണറായിട്ടാണ് നമ്മൾ ഈ ഗ്രീൻ ടീയെ കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് അമിതമായിട്ടുള്ള ചായയുടെ ഉപയോഗം, അതായത് തേയില ഉപയോഗിച്ചുള്ള അമിതമായിട്ടുള്ള ചായ, കാരണം വെച്ചാൽ ഒരുപാട് ചായ കുടിക്കാൻ പാടില്ല. അതിന് പകരം ഈ ഗ്രീൻ ടീ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. എരിവും മധുരവും പുളിയുമുള്ള ഭക്ഷണം കൂടുതലായിട്ട്, അതുപോലെ എണ്ണയിൽ വറുത്തതും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ തലമുടി ഒരുപാട് കൊഴിയുന്നത്. സാധാരണ ആൾക്കാർക്കൊന്നും അറിയത്തില്ല അങ്ങനെ തലമുടി കൊഴിയുമെന്ന് ചോദിക്കും. പക്ഷേ വയറിനുള്ള അസ്വസ്ഥത നമ്മുടെ തലമുടിക്കാണ്, തലയിലുള്ള മുടികളാണ് കൊഴിയുന്നത്, വയറിനുള്ള അസ്വസ്ഥതകൾ. അപ്പോൾ നമ്മൾ പൊരിച്ചതും നെയ്യിൽ വറുത്തതൊക്കെ ആയിട്ടുള്ള ആഹാരങ്ങൾ ഒരുപാട് കഴിക്കാതെ ഒഴിവാക്കിയ ശേഷം നമ്മൾ ഗ്രീൻ ടീ ഒരു ശീലമാക്കുക. ഗ്രീൻ ടീ ഏറ്റവും നല്ലതാണ്, നമുക്ക് നമ്മുടെ ശരീരത്തിന് നല്ല ഉന്മേഷം തരുന്നതാണ്. അപ്പോൾ നിങ്ങളത് ചായയ്ക്ക് പകരം ഗ്രീൻ ടീ ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവർക്ക് ഒരുപാട് നല്ല ബെനിഫിറ്റാണ്. അതുപോലെ തന്നെ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ നമുക്ക് ക്ലോറിൻ്റെ അംശം കൂടുതലാണെങ്കിൽ തന്നെയും മുടിയുടെ കൊഴിച്ചിലിന് കാരണമാകും. ഇനി നമുക്ക് മുടി കൊഴിച്ചിലിന് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് തേങ്ങാപ്പാൽ അരച്ച് കലക്കിയ ശേഷം അത് നമ്മുടെ തലയിൽ തേച്ചിട്ടതിന് ശേഷം കുളിക്കുകയാണെങ്കിൽ നമ്മളെ മുടി കൊഴിച്ചിൽ ഇനി ഏത് രീതിയിലുള്ള മുടി കൊഴിച്ചിലായാലും മാറിക്കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഈ ടിപ്സുകൾ കേട്ടതിന് ശേഷം ലൈക്കും കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും, ടിപ്സുകളുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ ബൈ.